ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെതിരായ പോലീസിന്റെയും ഇഡിയുടെയും അപ്പീൽ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രതിയുടെ ജാമ്യാപേക്ഷ എതിർക്കാതിരുന്ന മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ സർക്കാർ എതിർകക്ഷിയാക്കി എന്നതും ഇതിൽ പ്രത്യേകതയാണ്, അപൂർവതയാണ്. ആരോപണങ്ങൾ തള്ളി ഫേസ്ബുക്ക് പോസ്റ്റുമായി ഗീനാകുമാരി രംഗത്ത് വന്നു. താൻ LDF, UDF, NDA എന്ന പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല, നിയമത്തിലും നീതിബോധത്തിലും കോട്ടം തട്ടുന്ന ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഡാനി പോൾ ചേർന്നു. ഡാനി, ഏറ്റവും പ്രധാനപ്പെട്ട അതിനിർണായകമായ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് ഈ ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കി എന്നുള്ളതാണ്. അത് നിയമവൃത്തങ്ങൾ പറയുന്നത് അപൂർവതയായാണ്. അതിലിപ്പോൾ നമുക്കറിയാം EDയുടെ നിലപാട് ഈ വിഷയത്തിൽ, തങ്ങൾക്ക് ഈ ജാമ്യം വിഷയത്തിൽ കോടതിയെ സമീപിച്ച പശ്ചാത്തലമുണ്ട്. സർക്കാരിന് സ്വാഭാവികമായും ഇതിൽ മറുവാദം ഉന്നയിക്കാനും പറ്റില്ല. അവർക്ക് സംഭവിച്ചൊരു വീഴ്ചയാണ് ഈ ഗീനാകുമാരിയുടെ വിഷയമടക്കം. അത് പ്രതിരോധിക്കാനുള്ള നീക്കമാണോ ഇന്ന് കോടതിയിൽ നടക്കുക? രഞ്ജിത്ത്, വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ED കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ അവരില്ല. പ്രോസിക്യൂട്ടറിന്റെ വീഴ്ച തന്നെ ചൂണ്ടിക്കാട്ടുന്ന രീതിയിലേക്ക് തന്നെ സർക്കാരിന്റെ ഭാഗം തന്നെ മാറുന്നു എന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അവരെ ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ അതിൽ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനമായും തന്നെ സംസ്ഥാന ഈ 9ാം പ്രതിയായ ഹരീഷ് കുമാർ, അതിന് കീഴ്ക്കോടതി നൽകിയ ജാമ്യം, ആ ഉത്തരവ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ജാമ്യം നൽകാൻ ഇടയാക്കിയ സാഹചര്യം എന്നത് പ്രോസിക്യൂഷന്റെ നിലപാടായിരിക്കും. ഈ സെഷൻസ് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ജാമ്യാപേക്ഷ എതിർക്കാത്ത രീതിയിലേക്കെല്ലാം തന്നെ പോയി എന്ന രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇന്നലെ ഈ കേസിലെ SHOയെ തന്നെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇന്നലെ വിളിച്ച് വരുത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. തുടർന്നാണ് ഇവരെ നീക്കം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഇന്ന് സർക്കാരിന് വേണ്ടി DGP തന്നെ നേരിട്ട്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ T അസഫ് അലി തന്നെയാണ് നേരിട്ട് ഹാജരാകുന്നത്. ഇന്ന് അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് വരും ദിവസങ്ങളിലേക്ക് വരുന്ന ഒരു